السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ സാധുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SSFന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഡീപ് ഫേക്ക്, സത്യം മരിക്കുന്ന കാലം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വിഷയം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഉയരുന്നൊരു ചോദ്യം ഇതാണ്: നമ്മൾ ഒരു ദിവസം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ കണ്ണാടിയിൽ കാണുന്നത് നമ്മളായിരിക്കുമോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർമ്മിച്ച ഒരു വ്യാജമുഖമായിരിക്കുമോ? കാരണം ഇന്ന് നാം ജീവിക്കുന്നത് സത്യത്തിന്റെ മുഖം സൃഷ്ടിക്കപ്പെടുന്ന കാലത്താണ്. ഒരു കാലത്ത് സാങ്കേതിക വിദ്യ മനുഷ്യന്റെ കൈകളിൽ ഒരു അനുഗ്രഹമായി വന്നു. എന്നാൽ ഇന്ന് അതേ സാങ്കേതിക വിദ്യ രുടെ കൈകളിൽ മനുഷ്യന്റെ വിശ്വാസത്തെ കത്തിച്ചു കളയുന്ന ആയുധമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിരുന്നു, കണ്ണാൽ കാണുന്നത് സത്യം. പക്ഷെ ഇന്ന് കണ്ണുകൾ വഞ്ചിക്കപ്പെടുന്നു, ചെവികൾ കബളിക്കപ്പെടുന്നു, ഹൃദയങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. കാരണം സത്യത്തിന്റെ മുഖം ധരിച്ച അസത്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിന്റെ പേരാണ് ഡീപ് ഫേക്ക്. പ്രിയരെ, ഇത് ഒരു സാധാരണ സാങ്കേതിക വിദ്യയുടെ കഥയല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ വിശ്വാസം തകർന്നു പോകുന്ന കഥയാണ്. ഇന്നൊരാളുടെ മുഖം മോഷ്ടിക്കാം, ശബ്ദം മോഷ്ടിക്കാം, അവൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായി അവന്റെ വാഴയിൽ നിന്ന് വരുത്തിക്കാം, അവൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതുപോലെ ലോകത്തെ വിശ്വസിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ പിതാവിന്റെ ശബ്ദത്തിൽ നിങ്ങൾക്കൊരു ഫോൺ കോൾ വന്നാൽ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞതായി കണ്ടാൽ, നിങ്ങളുടെ സുഹൃത്തിന്റെ മുഖമുള്ള ഒരു വീഡിയോ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ വിശ്വസിക്കും. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് വിശ്വാസത്തിലാണ്. എന്നാൽ ഇന്ന് ആ വിശ്വാസത്തിന്റെ അടിത്തറ തകർക്കപ്പെടുകയാണ്. ഏറ്റവും അപകടം എന്താണെന്നറിയാമോ? അസത്യം വളരുന്നു അല്ല, സത്യം മരിക്കുന്നു എന്നതാണ്. ഇന്ന് ഒരു യഥാർത്ഥ വീഡിയോ പോലും ആളുകൾ സംശയിക്കും. ഇത് സത്യമാണോ, ഇത് വ്യാജമാണോ എന്ന ചോദ്യങ്ങൾ മാത്രം ബാക്കിയാകുന്നു. അവിടെ തെളിവുകൾക്ക് വിലയില്ല, സത്യത്തിന് ശബ്ദമില്ല, വിശ്വാസത്തിന് ജീവനില്ല. അങ്ങനെ സമൂഹം ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. സഹോദരങ്ങളെ, ഇന്ന് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ വാളും തോക്കും ആവശ്യമില്ല. ഒരു മൊബൈൽ ഫോൺ മതി, ഒരു ചെറിയ വീഡിയോ മതി, ചില നിമിഷങ്ങൾ മതി. ഒരു കുടുംബം തകരാം, ഒരു വ്യക്തിയുടെ മാന്യത തകരാം, ഒരു സമൂഹം വിഭജിക്കപ്പെടാം. എത്ര വിചിത്രമാണല്ലേ? മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത കാലത്ത് മനുഷ്യന്റെ സത്യങ്ങൾ ഭൂമിയിൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥ. എന്നാൽ ചോദ്യം സാങ്കേതിക വിദ്യയെ കുറ്റപ്പെടുത്തണോ എന്നല്ല. ഒരു കത്തി ഒരു ഡോക്ടറുടെ കയ്യിൽ കിട്ടിയാൽ ഒരു ജീവൻ രക്ഷിക്കും. എന്നാൽ അതേ കത്തി ഒരു കുറ്റവാളിയുടെ കയ്യിൽ കിട്ടിയാൽ ഒരു ജീവൻ എടുക്കും. പ്രശ്നം ഉപകരണത്തിലല്ല, അത് ഉപയോഗിക്കുന്ന മനസ്സിനാണ്. ഒരിക്കൽ സത്യം തന്നെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ നിൽക്കുന്ന ഒരു കാലം വന്നാൽ എന്താകും അവസ്ഥ? അത് സാങ്കേതിക വിദ്യയുടെ പരാജയമല്ല, അത് മനുഷ്യന്റെ ധാർമ്മികതയുടെ പരാജയമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഭയപ്പെടലല്ല, ജാഗരൂകരാകലാണ്. ഓരോ വീഡിയോയെയും, ഓരോ വാർത്തയെയും, ഓരോ പ്രചരണത്തെയും നമ്മൾ ചോദ്യം ചെയ്യണം. കാരണം ചോദ്യം ചെയ്യപ്പെടുന്ന സമൂഹമാണ് വഞ്ചിക്കപ്പെടാത്ത സമൂഹം. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലോടെയാണ്. സത്യത്തെ മറക്കാൻ ഇരുട്ടിന് കഴിയും, പക്ഷേ സത്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ഒരു മെഴുകുതിരിയുടെ പ്രകാശം മതി 1000 വർഷത്തെ ഇരുട്ടിനെ അകറ്റാൻ. നമുക്ക് സത്യത്തിന്റെ ആ പ്രകാശമാകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.